സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 2. രാവിലെ 9:30 മണിക്ക് സുഹൃത്തുക്കളായ സുഭാഷിനോടും മനോജിനോടുമൊപ്പം നരേന്ദ്രൻ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോഴാണ് അതുവരെ ഭീതിയുടെ തീച്ചൂളയിൽ കിടന്ന് പൊരിഞ്ഞ പ്രഭാകരൻ്റെ മനസ്സിനൊരാശ്വാസം കിട്ടിയത്. നീ എവിടെയായിരുന്നു മോനെ ഇത്രയും ദിവസം? അയാൾ വേപുതുവോടെ ചോദിച്ചു. ഒരിടത്ത് കുടുങ്ങിപ്പോയതാച്ചാ, നരേന്ദ്രൻ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. പറഞ്ഞിട്ട് പോകണ്ടേടാ തെമ്മാടി, അമ്മ നിന്നെ കാണാണ്ട് ഇവിടെ കിടന്ന് അത്രയും പറഞ്ഞപ്പോഴേക്കും പ്രഭാകരൻ്റെ തൊണ്ട ഇടറി. കാര്യം അറിയാതെ അവന് വഴക്കു പറയല്ലേ? വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടല്ലേ പോകൂ. സുഭാഷ് നരേന്ദ്രൻ്റെ പക്ഷം പിടിച്ച് സംസാരിച്ചു. നരേന്ദ്രൻ തല കുനിച്ച് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ശ്യാമള അവനെ കണ്ടത് ഒച്ചയെടുത്തു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയേ? തിന്നാനുള്ള തീയൊക്കെ ഇവിടെയുള്ളവർ തിന്നു കഴിഞ്ഞു. ദാ നോക്ക്, അമ്മയുടെ കിടപ്പ് കണ്ടോ? നരേന്ദ്രൻ അമ്മയുടെ കട്ടിലിൽ ചെന്നിരുന്നു. അമ്മയുടെ കൈത്തലമെടുത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ക്ഷമാപണം പോലെ അവൻ പറഞ്ഞു. മുതലാളി വിളിച്ചിട്ട് ഒരോട്ടം പോയിരിക്കുകയായിരുന്നു അമ്മേ. പെട്ടെന്നായതുകൊണ്ട് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. പരിഭവവും പരാതിയും അമ്മയുടെ കണ്ണിൽ കണ്ണുനീരായി നിറയുന്നത് നരേന്ദ്രൻ കണ്ടു. മകൻ്റെ മുഖത്തേക്ക് തന്നെ നിമിഷങ്ങളോളം നോക്കിയിരുന്നിട്ട് അവർ ഒരു ദീർഘനിശ്വാസം അയച്ചു. അതിൽ നിശബ്ദമായൊരു തേങ്ങലും അടങ്ങിയിരുന്നു. അല്ലെങ്കിലും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ, ഓർക്കാപ്പുറത്ത് ചിലപ്പോൾ മുതലാളി വിളിച്ചാൽ പോകേണ്ടി വരുമെന്ന്. വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കരുതെന്ന്. അവർക്ക് നമ്മുടെ വിഷമങ്ങളൊന്നും അറിയില്ലമ്മേ. പറഞ്ഞാലും മനസ്സിലാവില്ല. സാരമില്ല, നിന്നെ 2-3 ദിവസം കാണാണ്ടിരുന്നപ്പോൾ ഒരു വിഷമം തോന്നി. എവിടെ പോയി എന്തു പറ്റി എന്നൊന്നും അറിയാൻ വയ്യല്ലോ. ആരോടാ ചോദിക്കുന്നേ? അച്ഛനെ എവിടെയും പോയി അന്വേഷിക്കാനും മേലാന്നായില്ലേ? നരേന്ദ്രൻ അമ്മയെ താങ്ങി എണീപ്പിച്ചിരുത്തി. എനിക്ക് അത്രയ്ക്ക് വയ്യായികയൊന്നുമില്ല. 2-3 ദിവസത്തെ മഴയും കാറ്റും തണുപ്പും, അതുകൊണ്ടാ വലിവ് കൂടിയത്. ഏതോ ഒറ്റമൂലി കഴിച്ചിട്ടെന്നവണ്ണം ഭാനുവതി അമ്മയുടെ ശ്വാസം മുട്ടലും തളർച്ചയും പാതി കണ്ടു കുറഞ്ഞിരുന്നു. സുഭാഷ് ഇതിനിടയിൽ പ്രഭാകരനോട് നരേന്ദ്രൻ വരാൻ വൈകിയ കാരണം വിശദീകരിക്കുകയായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയ പ്രവീണ ഇതിനകം തിരിച്ചെത്തി. അമ്മയോടൊപ്പം നരേന്ദ്രൻ കട്ടിലിൽ ഇരിക്കുന്നത് കണ്ട് ആദ്യം അവളുടെ മിഴികൾ ആശ്ചര്യം കൊണ്ട് വിടർന്നു. നരേന്ദ്രൻ തിരിഞ്ഞ് അവളെ നോക്കി പുഞ്ചിരിച്ചു. പ്രവീണ മുഖം വീർപ്പിച്ച് ഭിത്തിയിൽ ചാരി നിന്നു. ഞാൻ അമ്മയോട് പറയുകയായിരുന്നു, ജോലിക്ക് പോകുന്ന ഞാൻ തിരിച്ചു വരാൻ 2-3 ദിവസം താമസിച്ചെന്ന് വെച്ച് ഇത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ലെന്ന്. പ്രവീണ പ്രതികരിച്ചതേയില്ല. നീ വേണ്ടേടി അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങനെ പോത്തുപോലെ വളർന്നു വരുന്നേ? എന്തിനാ നരേട്ടനിപ്പോൾ ഇങ്ങോട്ട് വന്നേ? 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഓ, ഇനി നിന്റെ വകയും ഉണ്ടോ? അച്ഛനെയും അമ്മയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ മലയാള ഭാഷ പോരാ. അതിൻ്റെ കൂടെ നീയും ഇങ്ങനെ തുടങ്ങിയാലോ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അമ്മ ഇവിടെ കിടന്ന് വലിച്ച വലി നരേട്ടനൊന്ന് കാണണമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ആരെങ്കിലും ഉണ്ടോ സഹായത്തിന്? അമ്മയ്ക്ക് ഇതുപോലൊരു ദണ്ണം മുമ്പുണ്ടായിട്ടില്ല. പറഞ്ഞു വരുമ്പോഴേക്കും പ്രവീണയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി കരച്ചിലുമായോ? എൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവൂ. ഞാൻ ജീവനോടെ തിരിച്ചെത്തിയത് ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിലും 2-3 ദിവസം എന്നെ കാണാനില്ലെന്ന് വന്നാൽ അപ്പോഴേ വിചാരിച്ചോണം മുതലാളി എന്നെ വിളിച്ചോണ്ട് എങ്ങോട്ടോ യാത്ര പോയിരിക്കുകയാണെന്ന്. നീ പോയി ആ സുഭാഷിനും മനോജിനും ഓരോ കടുങ്കാപ്പി ഇട്ട് കൊടുക്ക്. അച്ഛൻ്റെ അടുത്തുനിന്ന് ജാമ്യം എടുക്കാനല്ലേ നരേട്ടൻ അവരെ കൂടി വിളിച്ചോണ്ട് വന്നേ? അതെ, അതിനിപ്പോൾ എന്ത് വേണം? നീ അവനോട് വഴക്കിടാതെ പോയി കാപ്പി എടുക്കും മോളെ, ഭാനുവതിയമ്മ പറഞ്ഞു. പ്രവീണ തർക്കിക്കാൻ നിൽക്കാതെ കാപ്പി എടുക്കാനായി പോയി. ഭാനുവതിയമ്മയെ നരേന്ദ്രൻ താങ്ങി എഴുന്നേൽപ്പിച്ചു. കൈപിടിച്ച് വരാന്തയിലേക്ക് നടത്തി. ദേ വയ്യാണ്ട് കിടന്ന അമ്മ എഴുന്നേറ്റ് നടക്കുന്നു. ശ്യാമള അത്ഭുതം കൂറി. എനിക്കത്ര വയ്യായികയൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എൻ്റെ മോൻ വന്നപ്പോൾ അതങ്ങ് തീർന്നു എന്ന് കൂട്ടിക്കോ, ഭാനുവതി അമ്മ പറഞ്ഞു. എന്നാ കള്ളത്തരമായിരുന്നെന്ന് നോക്കിയ അച്ഛാ. ഇന്നലെ രാത്രി അങ്ങോട്ടോ ഇങ്ങോട്ടെന്നറിയാതെ വലിച്ചു കിടന്ന അമ്മയാ. ശ്യാമള മൂക്കത്ത് വിരൽ വെച്ചു. വലിവിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, പ്രഭാകരൻ ചെറുചിരിയോടെ പറഞ്ഞു. ഒരു നേരത്ത് കണ്ടാൽ തോന്നും ഇനി അധിക നേരം പിടിച്ചു നിൽക്കില്ലെന്ന്. ആ ആളെ തന്നെ പിന്നൊരു നേരം കാണുമ്പോൾ പഴയ ആൾ തന്നെയാണോ എന്ന് സംശയം തോന്നും. എന്നാലും ഇത് കുറെ ഭയങ്കരം തന്നെയാണേ, ശ്യാമള പിന്നെയും പറഞ്ഞു. 3 ദിവസം തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഴയ്ക്ക് ശേഷം ഇന്ന് ആകാശത്ത് സൂര്യനെ കാണാമായിരുന്നു. മുറ്റത്ത് വെയിൽ. പ്രവീണ എല്ലാവർക്കും കടുങ്കാപ്പി കൊണ്ടുവന്നു കൊടുത്തു. സുഭാഷും മനോജും വൈകാതെ മടങ്ങി. ഭാനുവതിയമ്മയ്ക്ക് വെയിൽ കായണമെന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രൻ അവരെ മുറ്റത്തെ വെയിൽക്കളത്തിൽ കൊണ്ടുചെന്ന് നിർത്തി. എന്നിട്ട് എന്താടാ ശരിക്കും ഉണ്ടായത്? അവർ പറഞ്ഞതല്ലേ ഞങ്ങൾ കേട്ടുള്ളൂ, ശ്യാമള വരാന്തയിൽ നിന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ ചേച്ചി.
നീ അതൊന്ന് ശരിക്ക് വിശദമായിട്ട് പറഞ്ഞേ. ഇനി നാളത്തെ പത്രത്തിൽ വായിക്കാം. പേമാരിയും കൊടുങ്കാറ്റും, അടിമാലിയിൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലും, റോഡുകൾ തകർന്നു, അനേകം പേർ മരിച്ചു, ചിലരെ കാണാതായി, കേരളം വെള്ളപ്പൊക്കക്കെടുതിയിൽ എന്നൊക്കെ. നിന്നോട് ലോകവാർത്തയല്ല ചോദിച്ചേ, പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒടുവിൽ തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി നരേന്ദ്രൻ താനും ശൈലജയും കൂടി മൂന്നാറിന് പുറപ്പെട്ടപ്പോൾ മുതലുള്ള സംഭവം വിവരിച്ചു. മടക്കയാത്രയിൽ കാർ ബ്രേക്ക് ഡൗൺ ആവുകയും അതിനുമീതെ വൃക്ഷശിഖരം വീഴുകയും ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ അവൻ സത്യസന്ധമായി തന്നെ വിവരിച്ചു. അതിനുശേഷം കഥയിൽ കള്ളം കയറി തുടങ്ങി. അങ്ങനെ കാറിനുള്ളിൽ ഞങ്ങൾ പേടിച്ച് വിറച്ച് രാത്രി കഴിച്ചുകൂട്ടി. കൊടുങ്കാറ്റ്, പെരുമഴ, ചുഴലിക്കാറ്റ്, എവിടെയൊക്കെയോ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. ഭയങ്കരം. ഉറങ്ങിയില്ലേ നിങ്ങൾ രണ്ടുപേരും? എങ്ങനെ ഉറക്കം വരും? ആ പെങ്കൊച്ചിനും ഭയങ്കര പേടിയായിരുന്നോടാ? ശ്യാമള ചോദിച്ചു. നീ എന്നാ വർത്തമാനം അടി പറയുന്നേ? കാശുള്ളയിടത്തെയാണേലും ഇല്ലാത്തയിടത്തെയാണേലും പെൺപിള്ളേർക്ക് പേടിയെന്ന് പറഞ്ഞ സാധനം ഒരുപോലെയാ. പ്രഭാകരൻ ലോകതത്വം പോലെ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ രണ്ടും കാറിനകത്ത് ഒന്നും മിണ്ടാതെ ഇരുന്നോ രാവിളക്കോളം? ഇല്ല, ഞങ്ങൾ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഷടാ, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ശ്യാമള അതിശയിച്ച് ചോദിച്ചു. ആ പെണ്ണ് നല്ല സുന്ദരിയാണോ നരേട്ട? പ്രവീണ ചോദിച്ചു. നീ സിമ്രാനെ കണ്ടിട്ടുണ്ടോടി? തമിഴിലൊക്കെ അഭിനയിക്കുന്ന നടി സിമ്രാൻ. ഓ പിന്നെ, എനിക്ക് തമിഴും ഹിന്ദി ഇംഗ്ലീഷും എല്ലാം കാണാപ്പാടമല്ലേ. നരേട്ടൻ എന്നെ ഒരു മലയാളം പടം കാണിച്ചിട്ട് എത്ര മാസമായി? പടം ആരാടി കാണുന്നേ? പോസ്റ്റർ, പിന്നെ പത്രത്തിലും മാസികയിലും വരുന്ന പരസ്യം. എന്നിട്ട് ഇന്നലെ നിങ്ങൾ എന്നാ ചെയ്തു? ശ്യാമളയ്ക്ക് അതാണ് അറിയേണ്ടത്. ഞങ്ങൾ കാട്ടിക്കൂടെ കിഴക്കും പടിഞ്ഞാറും നടപ്പ് തന്നെ. കുറേ ദൂരം അങ്ങോട്ട് നടക്കും, പിന്നെ കുറേ ദൂരം ഇങ്ങോട്ടും. എല്ലാ റോഡും തകർന്നു കിടക്കുമ്പോൾ വേറെ എന്നാ ചെയ്യാനാ? അപ്പോഴൊന്നും ആ പെണ്ണ് നിന്നോടൊന്നും മിണ്ടിയില്ലേ? എടി ശ്യാമളെ, നീ അവന് വല്ലതും കഴിക്കാനുണ്ടാക്കി കൊടുക്ക്. കണ്ട കാട്ടിലൊക്കെ അലഞ്ഞു നടന്ന് ക്ഷീണിച്ച് വന്നതല്ലേ? ഭാനുമതിയമ്മ പറഞ്ഞു. ഓ, അവൾ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇത് കണ്ടോടി? നരേന്ദ്രൻ പോക്കറ്റിൽ നിന്നും 100ൻ്റെ കുറേ നോട്ടുകൾ പെറുക്കി പ്രവീണയുടെ നേർക്ക് വീശിക്കാട്ടി. ഇന്നലെ ഒറ്റ ദിവസത്തെ ശമ്പളമാ 2000 രൂപ. ഒരു ദിവസത്തെ ശമ്പളമോ? തമ്പി മുതലാളി തന്നതാ. രാത്രിയിലും പകലും ഇട്ടിട്ട് പോകാതെ ഞാൻ അങ്ങേരുടെ മകൾക്ക് കാവലിരുന്നില്ലേ, അതിൻ്റെ പ്രതിഫലം. അമ്മയുടെ കൂടെ അല്പനേരം കൂടി ചെലവഴിച്ചിട്ട് നരേന്ദ്രൻ അവരെയും കൂട്ടി വീട്ടിനുള്ളിലേക്ക് തിരിച്ചു പോന്നു. എടാ, ശ്യാമളയുടെ കാര്യം? പ്രഭാകരൻ മകനെ നോക്കി. ഞാനൊന്ന് ഉറങ്ങട്ടെ അച്ഛാ, ഭയങ്കര ക്ഷീണം. നരേന്ദ്രൻ കട്ടിലിൽ ചെന്ന് കിടന്നു. ഉറക്കം വരാൻ കണ്ണടച്ച് കാത്തു കിടക്കെ സ്വപ്നം പോലെ ചില രംഗങ്ങൾ അവൻ്റെ മനക്കണ്ണിൽ തെളിഞ്ഞു. മുൻപ് പോലെയുള്ള പാറക്കെട്ടിനു മീതെ, അത്യഗാധമായ ഗർത്തത്തിനു മീതെ പറക്കാനായുന്നതുപോലെ കൈകൾ വിരിച്ചു പിടിച്ച് വിരലുകൾ തമ്മിൽ കോർത്ത് കാറ്റുകൾക്കെതിരെ, ലോകത്തിനെതിരെ പാറക്കെട്ടിൻ്റെ വിടവിൽ നിന്നും റോഡിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന ചെറിയ വെള്ളച്ചാട്ടത്തിന് കീഴെ ആലിംഗനബദ്ധരായി. കാറിനുള്ളിലെ നിവർത്തിയിട്ട സീറ്റിൽ മനസ്സും ശരീരവും ഒന്നായി ഉരുകിച്ചേർന്ന പോലെ തമ്പി മുതലാളിയും സംഘവും കണ്ടെത്തുമ്പോൾ തങ്ങൾ ഒന്നിച്ചായിരുന്നില്ല എന്നത് ഒരു ഭാഗ്യമായി എന്നും അവൻ ഓർത്തു. ശൈലജ അപ്പോൾ റോഡിൻ്റെ അരികിലൂടെ പോയിക്കൊണ്ടിരുന്ന നീരൊഴുക്കിന് കുറുകെ കല്ലുകൾ പെറുക്കി വെച്ച് ചിറ പോലെ കെട്ടി വെള്ളം റോഡിലേക്ക് തിരിച്ചു വിടുന്ന കളിയിലായിരുന്നു. താൻ അവൾക്ക് വേണ്ടത്ര കല്ല് സംഘടിപ്പിച്ചു കൊടുക്കുകയും. ഇനി തൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഇത്തരം രംഗങ്ങൾ ആവർത്തിക്കപ്പെടുമോ? ഇനി കാണുമ്പോൾ അവൾ തന്നോട് സ്നേഹപൂർവ്വം സംസാരിക്കുകയും അടുത്തിടപഴകുകയും ചെയ്യുമോ? അവൾക്ക് തന്നോട് പ്രേമമായിരുന്നുവോ, അതോ വെറും കൗതുകമോ? അറിയില്ല. തമ്പി മുതലാളിയും സംഘവും വന്ന ശേഷം അവൾ തൻ്റെ നേർക്ക് പുഞ്ചിരിക്കുകയോ തന്നോട് സംസാരിക്കുകയോ ചെയ്തില്ല. മൂവാറ്റുപുഴയിൽ എത്തുമ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. തമ്പി മുതലാളിയുടെ കൂടെ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകാൻ നേരം മാത്രം തൻ്റെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു. താങ്ക് യു വെരി മച്ച്, അത്രമാത്രം. പതുക്കെ പതുക്കെ അവൻ്റെ കണ്ണുകളെ മയക്കം ബാധിച്ചു. സ്വപ്നത്തിൽ അവൻ പാറക്കെട്ടിന് മീതെ നിന്ന് താഴേക്ക് പറക്കുകയായിരുന്നു. അപ്പോഴും ശൈലജ ഒപ്പമുണ്ടായിരുന്നു. പൊടുന്നനെ അവന് ചിറകുകൾ നഷ്ടപ്പെട്ടു. അഗാധതയിലേക്ക് അവൻ മൂടൽമഞ്ഞിലൂടെ, പിന്നെ ഇരുട്ടിലെ ഒരു കല്ലുപോലെ പോയിക്കൊണ്ടിരുന്നു. അവൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞെട്ടി ഉണരുമ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള സംഭാഷണം കേൾക്കാനുണ്ട്. വെറും കൈയോടെ തിരിച്ചു ചെല്ലണ്ടെന്ന ശ്യാമളയോട് അവൻ പറഞ്ഞേക്കുന്നേ. അമ്മ പറയുന്നു, എടുപിടിയെന്ന് ഇത്രയും കാശ് സ്വർണ്ണം എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? 100 150 രൂപയാ അവന് ദിവസവും കിട്ടുന്ന ശമ്പളം. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കൂലി തന്നെ എത്ര പോകും? പിന്നെ അവൻ്റെ ചെലവ്. ഇവിടുന്ന് ഉച്ചച്ചോറ് കെട്ടിക്കൊണ്ട് പോയിന്ന് വെച്ച് എല്ലാമായോ? വിശന്നാൽ അവന് വല്ലതും കഴിക്കണ്ടേ, ചായ കുടിക്കണ്ടേ? 10-25 രൂപ അങ്ങനെ തന്നെ തീരും. പിന്നെ ഇവിടുത്തെ ചെലവ്, മരുന്ന്, മന്ത്രം എല്ലാം അവന് കിട്ടുന്ന കാശ് കൊണ്ട് വേണ്ടേ? അച്ഛൻ്റെ വിശദീകരണം.
അവൻ ജോലി ചെയ്യുന്നിടത്ത മുതലാളിയോട് ചോദിച്ചാൽ 2 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഭാനു അവന് ജോലി കിട്ടിയിട്ട് അതുതന്നെ ഉറപ്പില്ലാത്ത ജോലി. ഇപ്പോഴേ വലിയ തുക അഡ്വാൻസ് ചോദിച്ചാൽ മുതലാളി എന്ത് വിചാരിക്കും? ശ്യാമളയുടെ കാര്യം പിന്നെ എങ്ങനെയാ? അവളിവിടെ നിന്നോട്ടെന്നോ? കാശില്ലാതെ പോകാൻ പറ്റുകയല്ലെങ്കിൽ കാശുണ്ടാകുന്ന കാലം വരെ അവളിവിടെ നിൽക്കട്ടെ. അല്ലാതിപ്പം എന്തു ചെയ്യും? ഇതാ ഇപ്പം നന്നായത്. അവളിവിടെ നിൽക്കുവോ? പിള്ളേരെന്ന് വെച്ചാൽ അവൾക്ക് ഭ്രാണനാ. അവരെ കാണാതെ ഒരാഴ്ചയോ മറ്റോ നിന്നൊന്നു വരും. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ അവൾ എന്തൊക്കെയാ ചെയ്യുമെന്ന് പോലും എനിക്കറിയാൻ മേല. എന്തായാലും അവനൊന്ന് ഉറങ്ങി എണീക്കട്ടെ. നരേന്ദ്രൻ കുറച്ച് സമയം കൂടി കണ്ണടച്ച് കിടന്നു. ശ്യാമളയുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ഓർത്തിട്ട് അവനൊരെത്തും പിടിയും കിട്ടിയില്ല. പിന്നീട് നരേന്ദ്രൻ ഉണർന്നെണീറ്റ് വന്നപ്പോൾ ആ പ്രശ്നം സജീവമായി തന്നെ അവൻ്റെ മുമ്പിലെത്തി. തമ്പി മുതലാളിയോട് ഞാൻ ചോദിക്കാം, പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഉള്ള കിടപ്പാടം വിൽക്കുക. ശ്യാമളേച്ചിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ബാക്കി പ്രവീണയുടെ പേരിൽ ബാങ്കിലിടുക. അവൾക്ക് ഒരു കല്യാണം വരുമല്ലോ, അതെങ്കിലും കടം പറഞ്ഞ് നടത്താൻ ഇട വരരുത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെന്നാ ചെയ്യും? പ്രഭാകരൻ ചോദിച്ചു. വല്ല വാടക വീട്ടിലും താമസിക്കാം. ടൗണിനോടടുത്തായാൽ വണ്ടിക്കൂലി അത്രേ ലാഭം. അതിനാരും മറുപടി പറഞ്ഞില്ല. ഒരു കിടപ്പാടമുള്ളത് വിൽക്കാൻ ആർക്കും സമ്മതമില്ലായിരുന്നു. പിറ്റേ ദിവസം ജോലിക്ക് പോയപ്പോൾ നരേന്ദ്രൻ തമ്പി മുതലാളിയുടെ വീട്ടിൽ ചെന്നു. 2 ഉദ്ദേശങ്ങളായിരുന്നു അതിന് പിന്നിൽ. 1, തമ്പി മുതലാളിയോട് കുറച്ച് പണം കടം ചോദിക്കുക. 2, കഴിയുമെങ്കിൽ ശൈലജയെ ഒന്ന് കാണുക. സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല, ആ മുഖം ഒന്ന് കണ്ടാലും മതി. ഒരു രാവും ഒരു പകലും മുഴുവൻ തൻ്റെ കൈവശം വെച്ച് താലോലിക്കുകയും ലാളിക്കുകയും ചുംബനങ്ങളാൽ പൊതിയുകയും ചെയ്ത മുഖം. ഒരു രാവും ഒരു പകലും തൻ്റേത് മാത്രമായിരുന്ന ചുണ്ടുകൾ, നയനങ്ങൾ, കവിളിണകൾ. നരേന്ദ്രന് പക്ഷേ നിരാശയോടെ മടങ്ങേണ്ടി വന്നു. 2 കാര്യങ്ങളും നടന്നില്ല. അതിനടുത്ത ദിവസം തമ്പി മുതലാളിയെ കാണാനും സംസാരിക്കാനും പറ്റി. 30,000 രൂപയോളം ശമ്പള അഡ്വാൻസ് ചോദിക്കാൻ നരേന്ദ്രൻ കാണിച്ച തൻ്റെ ഇടത്തെപ്പറ്റി ഓർത്ത മഹാദേവൻ തമ്പി പൊട്ടിച്ചിരിച്ചു. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീയല്ലാതെ വേറെ ആരാണെങ്കിലും ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടേനെ. നരേന്ദ്രൻ ഞെട്ടിപ്പോയി. ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാ മുതലാളി. നിനക്ക് എന്തുണ്ട് ആസ്തി? ഒരു വീടും അതിരിക്കുന്ന 5-6 സെൻറ്റ് സ്ഥലവും. എന്നിട്ടാണോ ഒരു നിവൃത്തിയില്ലെന്ന് നീ പറഞ്ഞത്? കിടക്കാൻ വീടും ഉടുക്കാൻ തുണിയും തിന്നാൻ ഭക്ഷണവും ഇല്ലാത്തവർ പിന്നെ എന്തു ചെയ്യും? അവനും പറയാൻ ഈ വാക്കല്ലേയുള്ളൂ. നരേന്ദ്രന് പിന്നെ തിരിച്ചു പോരുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ കഴിയും തോറും ശ്യാമളയുടെ പ്രശ്നം രൂക്ഷമായി വന്നു. എത്ര നിർബന്ധിച്ചിട്ടും പണവും സ്വർണവും കിട്ടാതെ അവൾ തിരിച്ചു പോകുന്നില്ല. അല്ലെങ്കിൽ നരേന്ദ്രൻ അവളെ ഭർതൃഭവനത്തിൽ കൊണ്ടുചെന്ന് വിടണം. ഭർത്താവിൻ്റെ വീട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. നരേന്ദ്രൻ ശ്യാമളയെ കൊണ്ടുചെന്ന് വിടാമെന്ന് ഏറ്റു. തൊട്ടടുത്ത ദിവസം തന്നെ കരിമണ്ണൂരുള്ള ഭർതൃഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ സ്ത്രീധന ബാക്കിയെ ചൊല്ലി 1ഉം 2ഉം പറഞ്ഞ് നരേന്ദ്രനും ശ്യാമളയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ ഉടക്കി. തരാന്ന് പറയുന്നവർക്ക് നിസാരവാ. നാക്കു വളച്ച് 2 അക്ഷരം പറഞ്ഞാൽ മതിയല്ലോ. അവരുടെ ഉത്തരവാദിത്വം തീർന്നു. കിട്ടാനുള്ളവർക്കേ അതിൻ്റെ വിലയറിയൂ. കൊല്ലം 4 കഴിഞ്ഞ് ഈ പല്ലവി കേൾക്കാൻ തുടങ്ങിയിട്ട്. ആരുടെയും ഔദാര്യമൊന്നും അല്ല ചോദിക്കുന്നേ. തരാമെന്ന് പറഞ്ഞ് വാക്കും പറഞ്ഞ് 48 തവണ അവധിക്കും വെച്ച് കാശ് സ്വർണവുമാ. പറയുന്നവന് നാണമില്ലെങ്കിലും ചോദിക്കുന്നവന് അല്പം നാണക്കേടില്ലേ? നിൻ്റെ അച്ഛന് പിന്നെ വികലാംഗനാണെന്നും പറഞ്ഞ് തടി തപ്പാം. ഒരുപക്ഷെ ഒരു മനുഷ്യൻ മുഴുവനോടെ ഉണ്ടെങ്കിലല്ലേ മുഖത്ത് നോക്കി 4 തെറിയെങ്കിലും പറയാൻ പറ്റൂ. പിന്നെയുള്ളത് നീയാ. നിനക്കൊരല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ വെറും കൈയോടെ ഇവളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുമോ? അച്ഛനെയും തന്നെയും ആക്ഷേപിച്ച് സുധാകരൻ സംസാരിച്ചത് നരേന്ദ്രനെ സഹിച്ചില്ല. എൻ്റെ ചേച്ചിയെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ നേരത്ത് ഞാനോ അച്ഛനോ തീരെ കരുതിയതല്ല. സ്ത്രീധന ബാക്കിക്ക് കണക്ക് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം ഭാര്യയെ വീട്ടിലോട്ട് തള്ളിവിടുന്ന എംബോക്കികളാ ഇവിടെ ഉള്ളതെന്ന്. അറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കെട്ടിച്ചു തരില്ലായിരുന്നു. ഇപ്പോൾ അറിഞ്ഞല്ലോ. ഇവിടെ ചിലവാകില്ല മോനെ ഈ ചരക്ക്. കൊണ്ടുവന്ന പോലെ തിരിച്ചു കൊണ്ടുപോയിക്കോ. കൊണ്ടുപോവുക. തരാനുള്ള ബാക്കിയുടെ അവസാനത്തെ തുട്ടും തികയുമ്പോൾ ഞാൻ അറിയിച്ചേക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ പടിക്കലോട്ട് വന്നേക്കരുത്. നരേന്ദ്രൻ പറഞ്ഞു. ശ്യാമളയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകണമെന്നുണ്ടായിരുന്നു. ശ്യാമള യാചിച്ചുവെങ്കിലും സുധാകരൻ സമ്മതിച്ചില്ല. നരേന്ദ്രൻ ശ്യാമളയെയും കൂട്ടി വന്ന പോലെ തന്നെ മടങ്ങി. വഴി നീളെ ശ്യാമള കരച്ചിലായിരുന്നു. വീട്ടിൽ കയറ്റാത്തതിലോ അപമാനിച്ച് തിരിച്ചയച്ചതിലോ ആയിരുന്നില്ല അവൾക്ക് ദുഃഖം. തൻ്റെ മക്കളെ കാണാൻ അനുവദിച്ചില്ല. വീട്ടിലെത്തിയ ഉടനെ നരേന്ദ്രൻ അച്ഛനും അമ്മയുമായി കൂടി ആലോചിച്ചു.
അങ്ങനെ വീട് വിറ്റിട്ടായാലും ശ്യാമളയുടെ സ്ത്രീധനമാക്കി കൊടുക്കണമെന്ന് തീരുമാനമായി. ശനിയാഴ്ച നരേന്ദ്രൻ JCBയോടൊപ്പമായിരുന്നു. പ്രധാന ഓപ്പറേറ്ററാണ് JCB കൈകാര്യം ചെയ്യുന്നത്. മൺതിട്ട ഇടിച്ചു മണ്ണു മാന്തി കോരി ടിപ്പർ ലോറികളിൽ നിറയ്ക്കുകയാണ് അവർ. ഒരു ടാറ്റ എസ്റ്റേറ്റ് കാർ ഇടയ്ക്ക് വട്ടം നിർത്തി പോന്നിരുന്ന മൺതൂണുകൾക്കിടയിലൂടെ സാവധാനം വന്നു. അത് കണ്ടതും നരേന്ദ്രൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. JCBക്ക് അടുത്തായി കാർ നിന്നു. സാരിയുടുത്തുള്ള വേഷത്തിൽ ശൈലജ കാറിൽ നിന്ന് ഇറങ്ങി. ബോണറ്റിൽ ചാരി കൈ മാറിൽ കെട്ടി നിന്നുകൊണ്ട് ശൈലജ പൊക്ലീൻ പ്രവർത്തിക്കുന്നത് നോക്കി. അവൾ കറുത്ത കണ്ണട ധരിച്ചിരുന്നു. ഇടത്തെ അണിയിലിട്ട് ചവച്ചുകൊണ്ടിരുന്ന ചൂയിങ്കം വലത്തെ അണിയിലേക്ക് മാറ്റിയിട്ട് ശൈലജ നരേന്ദ്രനെ കൈമാടി വിളിച്ചു. നരേന്ദ്രൻ JCBയിൽ നിന്ന് ചാടി ഇറങ്ങി അവളുടെ അരികെ ചെന്നു. അവൾ നരേന്ദ്രനെ അടിമുടി നോക്കി. എന്താ? അവൻ വിസ്മയം കലർന്ന പുഞ്ചിരിയോടെ ചോദിച്ചു. നമ്മൾ ഉടൻ പുറപ്പെടുന്നു. എങ്ങോട്ട്? മൂന്നാർ, ദേവികുളം, മറയൂർ. നരേന്ദ്രൻ ഒരു നിമിഷം നെഞ്ചിടിപ്പ് നിലച്ചതുപോലെയായി. എപ്പോഴാ? ഇപ്പം തന്നെ. തിരിച്ചു വരുന്നതോ? അത് നരേന്ദ്രൻ്റെ ഇഷ്ടം, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ശൈലജ മുൻസീറ്റിൽ വരുമെന്നായിരുന്നു അവൻ്റെ പ്രതീക്ഷ. പക്ഷേ അവൾ പിന്നിലാണിരുന്നത്. വീട്ടിലൊന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ, നരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ തവണ പറയാതെ പോയത് കാരണം വീട്ടിലുള്ളവർ തിന്ന തീക്ക് കണക്കില്ല. ഓഹോ, നരേന്ദ്രൻ്റെ വീട്ടിലെല്ലാവരും തീ തിന്നുന്നവരാണോ? നരേന്ദ്രൻ പുറകോട്ട് തല തിരിച്ച് അവളെ ഒന്ന് നോക്കി. അന്ന് മകളെ കാണാഞ്ഞ് കാട്ടിക്കൂടെ നീറിപ്പുകഞ്ഞ് നെഞ്ചത്തലച്ച് പാഞ്ഞു വന്നൊരു മനുഷ്യനുണ്ടല്ലോ, സാക്ഷാൽ മഹാദേവൻ തമ്പി. ആ മനുഷ്യനെ പോലെ തന്നെയാ എൻ്റെ അച്ഛനും അമ്മയും. അച്ഛൻ പുകവലിക്കും, അത് നേരാ. പക്ഷെ തീ തിന്നുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനൊരു പഴമൊഴിയുണ്ട്, തെല്ല് ശുണ്ടിയോട് നരേന്ദ്രൻ പറഞ്ഞു. എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് നായാട്ട്. ശൈലജ ഇടിയിൽ കയറി പൂരിപ്പിച്ചു. നായാട്ടല്ല, വിളയാട്ട്. നായാട്ട് നായ നടത്തുന്ന പരിപാടിയാ. ഓ, അത് ശരി. അപ്പോൾ ഈ നരനായാട്ടെന്ന് പറയുന്നതോ? നരേന്ദ്രൻ നായയെ ആട്ടുന്നതാണോ? അല്ലല്ല, അത് തമ്പി മുതലാളിയെപ്പോലുള്ള പണച്ചാക്കുകൾ എന്നെപ്പോലുള്ള പാവങ്ങളുടെ മേൽ നടത്തുന്ന കുതിരകയറ്റം. ഓ, എൻ്റെ അച്ഛൻ്റെ കുതിരകയറ്റം കൊണ്ട് നരേന്ദ്രനൊരു പണിയെങ്കിലും കിട്ടിയല്ലോ. അച്ഛൻ അന്ന് തന്ന 2000 രൂപ പ്രൈസ് മണിക്കും കുതിരകയറ്റം എന്നായിരിക്കും പേര്. അതെങ്ങനെ അറിഞ്ഞു? ഞാനല്ലേ റെക്കമെൻഡ് ചെയ്തത്. ആഹാ, മകളുടെ കുതിരകയറ്റത്തിൻ്റെ പ്രതിഫലം. പൊടുന്നനെ ശൈലജ ഇരുകൈകൊണ്ടും അവൻ്റെ തലമുടിയിൽ അള്ളിപ്പിടിച്ചു. ബ്രേക്കുകൾ അലറി. സഡൻ ബ്രേക്ക്. ടയർ കരിയുന്ന ഗന്ധമുയർന്നു. അവൻ്റെ ശിരസ് പിന്നോട്ട് മലർത്തി കവിളത്ത് അവൾ ഒരു കൊച്ചടി വെച്ചു കൊടുത്തു. മര്യാദയ്ക്ക് സംസാരിച്ചു പഠിച്ചോ മോനെ. പ്രണയകലഹമാണോ, ദേഷ്യമാണോ, സ്നേഹശാസനയാണോ? അവളുടെ മുഖത്തെന്ന് അവന് പിടികിട്ടിയില്ല. അവൻ്റെ മുഖം ചുവന്നുപോയി. പേടിച്ചു പോയല്ലോ. കാർ ഓടിച്ചിരിക്കുമ്പോഴാണോ ഇതൊക്കെ? അവൻ പിറുപിറുത്തു. കാർ പൊയ്ക്കൊണ്ടിരുന്നു. നരേന്ദ്രൻ പിന്നെ സംസാരിച്ചില്ല. ശൈലജയും. വായനശാലയ്ക്കപ്പുറത്തെ ഇടവഴിക്കരികിൽ നരേന്ദ്രൻ കാർ നിർത്തി. 1 മിനിറ്റ്, ഞാൻ വീട്ടിൽ ഓടിപ്പോയി പറഞ്ഞിട്ട് വരാം. നരേന്ദ്രൻ ഡോർ തുറക്കാൻ ഭാവിച്ചതും ശൈലജ കോളറിൽ പിടിച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് തന്നെ ഇരുത്തി. പിന്നിൽ നിന്നും അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. അവൻ്റെ കവിളത്തേക്ക് കവിൾ ചേർത്തു. അല്പം മുമ്പ് താൻ സ്നേഹത്തല്ല് കൊടുത്ത കവിളത്ത് അവൾ മൃദുവായി ചുംബിച്ചു. സോറി. അവളുടെ നിശ്വാസത്തിൻ്റെ സുഗന്ധത്തിനൊപ്പം ഏതോ ഷാമ്പുവിൻ്റെ പരിമളവും. ഒറ്റ നിമിഷം കൊണ്ട് നരേന്ദ്രൻ പൂത്തുലഞ്ഞുപോയി. അടുത്ത നിമിഷം അവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഞാനും വരാം നരേന്ദ്രൻ്റെ വീട്ടിലേക്ക്. നരേന്ദ്രന് പക്ഷേ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ചിന് തോന്നി. അത് വേണോ? ഞങ്ങളുടേത് വീടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കല്യാണാലോചിക്കൊന്നുമല്ല വരുന്നത്. ഇയാൾക്ക് എന്തിനാ ഇത്ര നാണക്കേട്? നരേന്ദ്രൻ പിന്നെ തടസ്സം പറഞ്ഞില്ല. കുറച്ച് ദൂരം നടന്ന് അവർ വീട്ടിലെത്തി. വീടിൻ്റെ അവസ്ഥ ശോചനീയമാണെന്ന് ശൈലജ കണ്ടു. നരേന്ദ്രൻ ഏതോ സിനിമാ നടിയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്നാണ് ശൈലജയെ ആദ്യം കണ്ടപ്പോൾ ശ്യാമളയ്ക്കും പ്രവീണയ്ക്കും തോന്നിയത്. തല ചീകിക്കൊണ്ട് മുറ്റത്ത് നിന്ന ഭാനുമതി അമ്മ വേഗം അകത്ത് കയറി. പ്രഭാകരൻ ക്രച്ചസ് എടുത്ത് മുറ്റത്തേക്കിറങ്ങി. മുതലാളിയുടെ മോളാ, നരേന്ദ്രൻ അച്ഛനോട് പതുക്കെ പറഞ്ഞു. എങ്ങനെ ഉപചരിക്കണമെന്നറിയാതെ പ്രഭാകരൻ പരിങ്ങി. അകത്തേക്ക് കയറിയിരിക്കാൻ പറയാനൊരു മടി. മുറ്റത്ത് നിർത്താനും വയ്യ. വെയിലത്ത് നിൽക്കണ്ട, വരാന്തയിലേക്ക്, പ്രഭാകരൻ ഭവ്യതയോടെ പറഞ്ഞു. അത് സാരമില്ല. നരേന്ദ്രനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇവിടുള്ളവർക്ക് ഭയങ്കര പേടിയാണെന്നറിഞ്ഞു. പറഞ്ഞിട്ട് പോകാൻ വന്നതാ. നരേന്ദ്രന് 2-3 ദിവസത്തെ യാത്രയുണ്ടാവുമായിരുന്നു. ശൈലജ കർച്ചീഫ് കൊണ്ട് വെറുതെ മുഖമൊപ്പി. നരേന്ദ്രൻ അടുക്കളയിലേക്ക് പാഞ്ഞു ചെന്നിട്ട് പ്രവീണയോട് ചോദിച്ചു. പാലിരിപ്പുണ്ടോടി ചായ എടുക്കാൻ? ഇല്ല. കട്ടൻ കാപ്പി മതിയോ? എന്തെങ്കിലും എടുക്ക്. ആരാ നരേട്ട അത്? നിനക്ക് മനസ്സിലായില്ലേ? സിമ്രാനോ?
ഞാൻ പറഞ്ഞില്ലേടി അന്ന് കാട്ടില്. ഓ ഇതാണോ പാർട്ടി? ഭയങ്കര സ്റ്റൈലാണല്ലോ. ഇതൊന്നും അല്ല സ്റ്റൈല്, ഇപ്പോൾ സാരിയല്ലേ, അല്ലാതെ ഒന്ന് കാണണം. പ്രവീണ മുഖം ചെരിച്ച് നരേന്ദ്രനെ പ്രത്യേക ഭാവത്തിലൊന്ന് നോക്കി. നരേന്ദ്രൻ ചൂളി. എടി, മിടി, ടോപ്പ്, ജീൻസ്, ടീഷർട്ട്, ചുരിദാറ്, ഓഹോ ഇതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് നടക്കാറുണ്ടോ ഭ്രാന്തി ചിരുതിയെപ്പോലെ? ദേ ഒറ്റ വീക്ക് വെച്ച് തരും ഞാൻ. നരേന്ദ്രൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. കയറിയിരിക്കുന്നില്ലേ? അവൻ ശൈലജയോട് ചോദിച്ചു. താമസമുണ്ടോ? ഒരു 5 മിനിറ്റ്. വേണ്ട, ഇരിക്കണ്ട, നമുക്ക് പോയാൽ മതി. ഇതാണെൻ്റെ വീട്. അത് മനസ്സിലായി. വേറൊരു വീട്ടിൽ ചെന്ന് ഇങ്ങനെ കയറാനും ഇറങ്ങാനും പറ്റില്ലല്ലോ. ഭാര്യ വീട്ടിൽ പറ്റും. എവിടെയാണാവോ ഭാര്യ വീട്? തമ്പി മുതലാളിയുടെ ശൈലജ നെറ്റി ചുളിച്ചു. വീടിൻ്റെ പരിസരത്തെങ്ങാനും നോക്കണം. നരേട്ടാ. പ്രവീണ ഒരു ഗ്ലാസ്സിൽ കട്ടൻ കാപ്പിയുമായി വരാന്തയിലേക്ക് വന്നു. നരേന്ദ്രൻ ചെന്ന് കാപ്പി വാങ്ങി. വിരോധമില്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി കുടിക്കാം. കുടിക്കുമോയെന്നറിയില്ല. വേണ്ട നരേന്ദ്ര. കട്ടൻ കാപ്പി ആയതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, കിട്ടുന്നിടത്തുനിന്നെല്ലാം ഞാൻ വാങ്ങി കഴിക്കാറില്ല. നരേന്ദ്രനൊരു ചമ്മൽ തോന്നി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. വീട്ടിൽ ആദ്യമായിട്ട് വരികയല്ലേ, ഒരു സാമാന്യ മര്യാദ കാണിച്ചു എന്ന് മാത്രം. ഞാൻ കുടിച്ചോളാം. അവൻ പ്രവീണ കൊണ്ടുവന്ന കാപ്പി വാങ്ങി 2-3 കവിൾ കുടിച്ചപ്പോഴേക്കും ശൈലജ ഗ്ലാസ്സിന് കൈ നീട്ടി. അതിങ്ങ് തരൂ. എന്തിന്? നരേന്ദ്രൻ പരിഭ്രമിച്ചു. ഇങ്ങ് തരൂ. ആജ്ഞയായിരുന്നതിനാൽ നരേന്ദ്രൻ ഗ്ലാസ് നീട്ടി. ശൈലജ ഗ്ലാസ് വാങ്ങി 2 ഇറുക്ക് കുടിച്ചു. നരേന്ദ്രൻ സ്തബ്ധനായിപ്പോയി. അവൻ മാത്രമല്ല, നോക്കി നിന്ന പ്രഭാകരനും പ്രവീണയും കിണറ്റിനരികിൽ നിന്നിരുന്ന ശ്യാമളയും. ബാക്കി വന്ന കാപ്പി ശൈലജ നിലത്തൊഴിച്ചു കഴിഞ്ഞു. ഗ്ലാസ് കൊണ്ടുപോയി പ്രവീണയ്ക്ക് കൊടുത്തു. എന്താ പേര്? പ്രവീണ. ശൈലജ നരേന്ദ്രനെ നോക്കി. പോകാം അച്ഛാ, ചിലപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ. അകത്തേക്ക് ചെന്ന് നരേന്ദ്രൻ അമ്മയോട് യാത്ര പറഞ്ഞു. നരേന്ദ്രനും ശൈലജയും പോകുന്നത് നോക്കി പ്രഭാകരൻ മുറ്റത്തു തന്നെ നിന്നു. ശൈലജയുടെ വരവും അവൾ കാണിച്ച ദുസ്വാതന്ത്ര്യവും ഏതോ ആപത്തിൻ്റെ നാന്ദി പോലെ പ്രഭാകരന് തോന്നി. കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ശൈലജ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നരേന്ദ്രൻ്റെ സിസ്റ്റേഴ്സ് 2 പേരും കാണാൻ ഫെയറാണല്ലോ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ അങ്ങനെയാ. എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമാ. അയ്യടാ, ഒരു സുന്ദരൻ. എന്നിട്ടാണോ ആ പെങ്ങള് കുരങ്ങൻ ചേട്ടാന്ന് വിളിച്ചത്? കുരങ്ങൻ ചേട്ടാന്നോ? ആര് വിളിച്ചു? അവൻ അന്തം വിട്ട് അവളെ നോക്കി. വാനരേട്ടാന്ന് പ്രവീണ വിളിക്കുന്നത് ഞാൻ കേട്ടല്ലോ. ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടതാണ്. വാനരെന്ന് വെച്ചാൽ എന്താ അർത്ഥം? നരേന്ദ്രൻ അറിയാതെ ചിരിച്ചുപോയി. അവർ കാറിനടുത്തെത്തി. ശൈലജ പിൻസീറ്റിൽ കയറി. മുന്നിലിരിക്കുന്നില്ലേ? ഇല്ല, അവൾ പറഞ്ഞു. കാർ മൂന്നാർ ലക്ഷ്യമാക്കി പാഞ്ഞു. നേരിമംഗലം കഴിഞ്ഞ് കാർ കാട്ടിലേക്ക് കടന്നപ്പോൾ ശൈലജ ഡ്രൈവിംഗ് സീറ്റിന് പിന്നിൽ മുട്ടുകുത്തി. നരേന്ദ്രൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ ആശ്ലേഷിച്ചു. അവൻ്റെ കവിളത്തേക്ക് കവിൾ ചേർത്ത് വെച്ച് പറഞ്ഞു. നരേന്ദ്രൻ ഡ്രൈവിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത് ബുദ്ധിമുട്ടാ. എന്താ? എൻ്റെ മനസ്സ് പതറുന്നു. മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഉമ്മ തന്നോളാം. അവൾ അവൻ്റെ കവിളത്ത് ഉമ്മ വെച്ചു. നരേന്ദ്രൻ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി. അവൻ പ്രണയപരവശനായി തീർന്നിരുന്നു. എന്താ നിർത്തിയേ? അവൻ പിന്നോട്ട് തിരിഞ്ഞ് അവളുടെ മിഴികളിലേക്ക് നോക്കി. വീട്ടിൽ വെച്ച് എന്തിനാ അങ്ങനെ പെരുമാറിയത്? എങ്ങനെ? ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി നരേന്ദ്രൻ്റെ അടുത്ത് എനിക്ക് എച്ചിലുണ്ടോ? അതല്ല, അച്ഛനൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവരെന്ത് വിചാരിച്ചു കാണും? ഈ പെണ്ണ് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു കാണും, അത്ര തന്നെ. അത് വേണ്ടായിരുന്നു. ശൈലജയെപ്പറ്റി ആരെങ്കിലും മോശമായിട്ട് വിചാരിക്കുന്നത് എനിക്ക് വിഷമമാണ്. അവൾ 2 കൈത്തരങ്ങൾ കൊണ്ട് അവൻ്റെ മുഖം അമർത്തിപ്പിടിച്ച് പിന്നോട്ട് മലർത്തി. നിനക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമാണോടാ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കറിയില്ല. പ്രേമം? നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും കാരണമുണ്ടാക്കി നിൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഓരോ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്നെപ്പറ്റി ഓർത്ത് എനിക്ക് കരയണമെന്ന് തോന്നുമായിരുന്നു. ഞാൻ തനിയെ നടക്കുമ്പോൾ നിന്നോട് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രേമമാണോ? ശൈലജ പ്രേമപൂർവ്വം അവനെ ഉറ്റുനോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞു. അവൻ്റെ ചുണ്ടുകളിൽ മൃദുവായി ചുംബിച്ചിട്ട് കാതരയായി അവൾ മൊഴിഞ്ഞു. നീ എന്നെ പ്രേമിക്കണ്ട കേട്ടോ. അതിനും കൂടി ഇരട്ടി ഞാൻ നിന്നെ പ്രേമിച്ചോളാം. അതെന്താ അങ്ങനെ? നരേന്ദ്രൻ അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് മനസ്സിലായില്ല. അങ്ങനെ മതി. നീ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവളുടെ സ്വരത്തിൽ അജ്ഞാതമായ ഒരാശങ്കയുടെ മുഴക്കമുണ്ടെന്ന് അവന് തോന്നി. ഞാൻ കല്ലും മരവൊന്നും അല്ലല്ലോ. ശൈലജ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഒന്നൊന്നായി വിടർത്തിയിട്ടുകൊണ്ട് പറഞ്ഞു. നമുക്ക് പോകാം, വണ്ടി എടുക്ക്. നരേന്ദ്രൻ വണ്ടി മുന്നോട്ടെടുത്തു. അവൻ്റെ ഷർട്ടിൻ്റെ എല്ലാ ബട്ടണുകളും അവൾ വിടർത്തി കഴിഞ്ഞിരുന്നു. നിനക്ക് തണുക്കട്ടെ, ഞാൻ കെട്ടിപ്പിടിക്കാം. നിൻ്റെ മേൽ കാറ്റടിക്കട്ടെ.
ഞാൻ തടഞ്ഞു നിർത്താം. അവൻ്റെ ശിരസിനുമേതെ മുഖം മറച്ച് അവൻ്റെ നെഞ്ചിലൂടെ കരാങ്കുലികളാൽ തഴുകിക്കൊണ്ട് അവൾ മന്ത്രിച്ചു. അവർ അന്ന് തകർന്ന റോഡുകളിലൂടെ നടക്കുകയും വെള്ളത്തിലും ചെളിയിലും ചവിട്ടിക്കളിക്കുകയും ചെയ്ത ഭാഗം എത്തിയപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഇറങ്ങി അല്പനേരം നടക്കാം. വേണ്ട, അവൾ അവൻ്റെ മുടിയിൽ ഉമ്മ വെച്ചു. അവർ പാറക്കെട്ടിന് മുകളിൽ കയറി നിന്ന ഭാഗത്തേക്ക് റോഡ് തിരിയുന്നിടത്ത് എത്തിയപ്പോഴും നരേന്ദ്രൻ പറഞ്ഞു, നമുക്ക് അന്നത്തെ പോലെ ആ പാറക്കെട്ടിന് മുകളിൽ ഒന്നുകൂടെ കയറി നിൽക്കാം. വേണ്ട. കാറ് ചെളിയിൽ പുതഞ്ഞ് രാത്രി കഴിച്ചു കൂട്ടിയ സ്ഥലത്ത് എത്തിയപ്പോഴും നരേന്ദ്രൻ അപേക്ഷിച്ചു, ഇവിടെ അല്പനേരം. വേണ്ടട മോനെ, അന്നത്തെ പോലെ മഴ പെയ്യുന്നില്ല, കൊടുങ്കാറ്റടിക്കുന്നില്ല, റോഡ് തകർത്ത് വെള്ളം കുത്തി ഒഴുകുന്നില്ല, മരച്ചില്ലകൾ കാറ്റ് തൊടിഞ്ഞു വീഴുന്നില്ല, അന്നത്തെ പോലെ തണുപ്പും പേടിയുമില്ല. കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുമല്ല നമ്മൾ. ഇപ്പോഴിറങ്ങിയാൽ നമുക്ക് നഷ്ടബോധം തോന്നും. വേണ്ട. കാർ ഒരിടത്തും നിർത്താൻ അവൾ സമ്മതിച്ചില്ല. അടിമാലി എത്താറായപ്പോൾ അവൾ തന്നെ നരേന്ദ്രൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊടുത്തു. അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നരേന്ദ്രൻ ഹോട്ടൽ ഹൈറേഞ്ച് ഗാർഡന് മുമ്പിൽ വണ്ടി നിർത്തി. നമ്മളിവിടെ അല്പം വിശ്രമിച്ചിട്ടേ പോകുന്നുള്ളൂ, കാറിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ ശൈലജ പറഞ്ഞു. യോഹന്നാൻ രാവിലെ ഒരു ചെറു ബീഡിയും വലിച്ചു മുറ്റത്തെ മഞ്ഞ് മാറുന്നത് നോക്കി മുൻവാതിലിൻ്റെ കട്ടളപ്പടിയിൽ ഇരിക്കുകയാണ്. അച്ചാച്ചാ, ഈ കണക്കൊന്ന് പറഞ്ഞതാ. അയാളുടെ രണ്ടാമത്തെ മോൻ കണക്ക് ബുക്കുമായി സമീപിച്ചു. ഹോംവർക്കാണോടാ? നിൻ്റെ അമ്മയോട് പറ, അമ്മ അടുക്കളയിലാ. എന്നതാ കണക്ക് കേൾക്കട്ടെ. ഒരാൾ 20 രൂപ വില വെച്ച് 10 കോഴിയെ വാങ്ങി. അതിലൊരെണ്ണം ചത്തുപോയി. ബാക്കി 9 എണ്ണത്തിന് 25 രൂപയ്ക്ക് വിറ്റ്. അപ്പോൾ ലാഭമോ നഷ്ടമോ? എത്രയുണ്ട്? ഇതാണോ പാട്? 20 രൂപ വില വെച്ച് എത്ര പാമ്പിനെയാടാ വാങ്ങിയത്? പാമ്പല്ല ചാച്ചാ, കോഴി. എല്ലാം ഒന്ന് തന്നെ. മൂടൽമഞ്ഞിനുള്ളിൽ ഒരു ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടു. യോഹന്നാൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. വണ്ടി നിർത്തിയിട്ട് നരേന്ദ്രൻ വീടിന് നേർക്ക് വരുന്നുണ്ടായിരുന്നു. യോഹന്നാൻ ചേട്ടാ, വണക്കം. വണക്കം. നീ എപ്പോഴാണ് വന്നത്? ഞാൻ ഇന്നലെ വന്നു. നീ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, മുതലാളിയുടെ മോളെയും കൊണ്ട് വന്നതാ. മറയൂരിലോ മറ്റോ പോകണമെന്ന്. മറ്റേ പാമ്പന്തിയെ? ധർമ്മരാജൻ സാറാണോ? കുമിളിക്ക് പോയി. മുതലാളി എന്നോട് പറഞ്ഞു ചേട്ടനെ വന്ന് കാണാൻ. ഇന്ന് എന്നതാ പരിപാടി? കുറച്ച് കവറ് തന്നു വിട്ടിട്ടുണ്ട്. ഞാനിപ്പം വരാം, നീ ഇവിടെ നില്ല്. യോഹന്നാൻ വീടിനകത്ത് കയറി ഒരു ഷർട്ട് എടുത്തിട്ടു. കണ്ണാടി നോക്കാതെ തലയും മീശയും ചീകി. എടി ഏലിക്കുട്ടി, ഭാര്യ വാതിൽക്കൽ തല കാട്ടി. എന്നാ ഞാൻ ഇറങ്ങുവാ. ഒന്നും കഴിച്ചില്ലല്ലോ? വല്ല ചായക്കടയിൽ നിന്നും കഴിച്ചോളാം. നരേന്ദ്രനെയും കൂട്ടി അയാൾ ജീപ്പിൽ ചെന്ന് കയറി. കവറുകൾ എടുത്ത് നരേന്ദ്രൻ യോഹന്നാനെ ഏൽപ്പിച്ചു. ഇതെല്ലാം പോലീസിനും എക്സൈസുകാർക്കും ഫോറസ്റ്റുകാർക്കും വിതരണം ചെയ്യാനുള്ളതാ, മാസപ്പടി. യോഹന്നാൻ പറഞ്ഞു. അവർ കള്ളവാറ്റി പിടിക്കാത്തതിനാണോ? പിടിക്കുന്നതിനും പിടിക്കാത്തതിനും ഒക്കെയുണ്ട്. കുറേ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി പരിചയപ്പെടുത്തി തരാം. നീ മതികെട്ടാനിൽ പോയിട്ടുണ്ടോ? ഇല്ല. കാണേണ്ട സ്ഥലമാ. പണ്ട് കഞ്ചാവിൻ്റെ കേന്ദ്രമായിരുന്നു, ഇപ്പം കള്ളവാറ്റ് കേന്ദ്രം. നിന്നെ മുതലാളിക്ക് നല്ലപോലെ പിടിച്ചു എന്ന് തോന്നുന്നല്ലോ. അതെന്താ? നിന്നെ ഇവിടെ നിർത്താനാ പ്ലാൻ. ധർമ്മരാജനാ പറഞ്ഞത്. ധർമ്മരാജൻ്റെ വലങ്കൈയായിട്ട് ജീപ്പ് രാജാക്കാട് സിറ്റിയിലെത്തി. ഇവിടുത്തെ സ്റ്റേഷനിൽ നീ തന്നെ പോയാൽ മതി. കഴിഞ്ഞ തവണ വന്നപ്പോൾ പരിചയപ്പെട്ടതല്ലേ. ഞാൻ ചായക്കടയിൽ കയറി വല്ലതും കഴിക്കട്ടെ. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് എങ്ങനാ? നീ ധൈര്യമായിട്ട് ചെല്ല്. തമ്പി മുതലാളിയുടെ ആളാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്രേ ഒരു സന്തോഷം. ഞാനിത് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? നേരെ അകത്തോട്ട് കയറി ചെല്ലുമ്പം ഇടതുവശത്തൊരു മുറിയുണ്ട്. അതിനകത്ത് വലതുവശത്തെ കസേരയിൽ ഒരു പാമ്പിരിക്കുന്നത് കാണാം. റൈറ്ററാ, അതിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ മതി. ശരി. നരേന്ദ്രൻ ജീപ്പ് ഓടിച്ചു പോയി. യോഹന്നാൻ അടുത്ത് കണ്ട ചായക്കടയിലേക്ക് കയറി. അയാൾ ചായ കഴിച്ചിറങ്ങുമ്പോഴേക്കും നരേന്ദ്രൻ തിരിച്ചെത്തി. കൊടുത്തു. ആരുടെ കയ്യിലാ? ചേട്ടൻ പറഞ്ഞ പാമ്പിൻ്റെ കയ്യിൽ തന്നെ. യോഹന്നാൻ അവനെ സൂക്ഷിച്ചു നോക്കി. മുറത്തി കയറി കൊത്തല്ലേ മോനെ, ദോഷം ചെയ്യും. അയാൾ ജീപ്പിൽ കയറി. ശാന്തമ്പാറയ്ക്ക് വിട്, യോഹന്നാൻ പറഞ്ഞു. രാത്രി തെളിഞ്ഞ ആകാശം, നിലാവും നക്ഷത്രങ്ങളും. നരേന്ദ്രൻ ബംഗ്ലാവിന് മുമ്പിലെ ഉദ്യാനത്തിലൂടെ പതുക്കെ ഉലാത്തുകയായിരുന്നു. ഇവിടെ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസവും ഹൈറേഞ്ചിൽ ദുർഗമങ്ങളായ മലഞ്ചെരുവുകളിലൂടെ ജീപ്പ് ഓടിക്കുകയായിരുന്നു. ഇതിനിടെ 2-3 ദിവസം മാത്രമാണ് ശൈലജയെ കാണാൻ കിട്ടിയത്, അതും അകലെ നിന്ന്. അവൾ തൻ്റെ അടുത്തേക്ക് വരികയോ ഒരു വാക്കെങ്കിലും സംസാരിക്കുകയോ ചെയ്യുമെന്നുള്ള അവൻ്റെ പ്രതീക്ഷ അസ്ഥാനത്തായി. 2 ദിവസവും രാത്രി അവൻ ഉറക്കമിളച്ച് കാത്തിരുന്നു.
ബംഗ്ലാവിലെ വലിയ ക്ലോക്കിൽ 12 മണി അടിക്കുന്നത് വരെ ഇന്നും അവൻ കാത്തുനിന്നു. പിറ്റേന്ന് രാവിലെ ധർമ്മരാജനാണ് അവനെ ഉണർത്തിയത്. നീ ഇന്ന് മറയൂർ വരെ പോകണം. അവിടെ എന്താ കാര്യം? തമ്പി മുതലാളിയുടെ മോൾക്ക് വേണ്ടിയാണ്. വേറെ ആരൊക്കെയുണ്ട്? വേറെ ആരുമില്ല. അവൻ്റെ ഇടനെഞ്ചിൽ തുടി മുഴങ്ങി. 7:30 മണിക്ക് തന്നെ നരേന്ദ്രൻ റെഡിയായി ചെല്ലുമ്പോൾ ശൈലജ കാറിലിരിപ്പുണ്ടായിരുന്നു. നരേന്ദ്രൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. 9 മണിക്ക് മഹാദേവൻ തമ്പി ദേവികുളത്തേക്ക് പുറപ്പെട്ടു. അയാൾ തിരിച്ചെത്തിയപ്പോൾ വൈകുന്നേരം 7 മണിയായി. ധർമ്മരാജൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മറയൂരിൽ പോയിട്ട് ശൈലമോള് തിരിച്ചു വന്നില്ലേ? തമ്പി മുതലാളി ചോദിച്ചു. 5:30 മണിക്ക് വന്നു. എന്നിട്ട് 6 മണിക്ക് മൂവാറ്റുപുഴയ്ക്ക് പോയി. നാളെ പോകുമെന്നല്ലേ പറഞ്ഞിരുന്നത്? ധർമ്മരാജൻ മുഖം കുനിച്ച് നിന്നു. എന്താ ധർമ്മ, ആ പോക്കുവരവ് അത്ര ശരിയായിട്ട് തോന്നിയില്ല മുതലാളി. കാര്യം പറ. വെള്ളിയാഴ്ച അവരിങ്ങോട്ട് വന്ന വഴിക്ക് ഹൈറേഞ്ച് ഗാർഡനിൽ റൂം എടുത്തിരുന്നു. അവിടുത്തെ റിസപ്ഷനിസ്റ്റ് സോമരാജനാ പറഞ്ഞത്. 2 മണിക്കൂർ അവർ ഹോട്ടൽ റൂമിലുണ്ടായിരുന്നത്രേ. മഹാദേവൻ തമ്പിയുടെ പുരികം ചുളിഞ്ഞു. അയാൾ ഒന്നും മിണ്ടാതെ ഇരിപ്പുമുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഉണ്ണുന്ന ചോറിന് നന്ദിയുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞതാ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. നീ മറയൂരിലേക്കൊന്ന് ഫോൺ ചെയ്യ്. ധർമ്മരാജന് കാര്യം മനസ്സിലായി. അയാൾ ഫോൺ ചെയ്യുന്നതിനിടയിൽ മഹാദേവൻ തമ്പി തൻ്റെ നടപ്പിന് വേഗത കൂട്ടി. ധർമ്മരാജൻ ഫോൺ വെച്ചിട്ട് ഭിത്തിയിൽ ചാരി കയ്യും കെട്ടി നിന്നു. അവർ ചന്ദനയിലുണ്ടായിരുന്നു. രാവിലെ 10:30 മുതൽ 2:30 വരെ റൂമിന് പുറത്തിറങ്ങിയിട്ടില്ലത്രേ. തമ്പി മുതലാളി വേഗം മുറിക്കുള്ളിലേക്ക് പോയി. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു. ഞാൻ ഇപ്പം തന്നെ മൂവാറ്റുപുഴയ്ക്ക് തിരിക്കുന്നു. ധർമ്മ, നീയും വരണം. അവന് ഞാൻ മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞു. നീയാണത് നടപ്പാക്കുന്നത്. മുതലാളിയുടെ ഇഷ്ടം. ധർമ്മരാജൻ പുറപ്പെടാൻ തയ്യാറായി. അടിമാലിയിൽ വണ്ടി നിർത്തി കോഫി ഹൗസിൽ കയറി ലഘുവായ രീതിയിൽ ഭക്ഷണവും കഴിച്ചിട്ടാണ് നരേന്ദ്രനും ശൈലജയും മൂവാറ്റുപുഴയ്ക്ക് തിരിച്ചത്. നരേന്ദ്രൻ ആഗ്രഹിച്ചതുപോലെ ശൈലജ മുൻസീറ്റിൽ തന്നെ ഇരുന്നു. സന്ധ്യ നന്നായി ഇരുണ്ടു കഴിഞ്ഞിരുന്നു. ശൈലജ നരേന്ദ്രൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ തോളത്തേക്ക് തല ചായച്ച് ചാരി കിടന്നു. അവൾ ഇടയ്ക്കിടെ മയങ്ങിപ്പോകുന്നുവെന്ന് കണ്ട് അവൻ കുലുക്കി ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൾ ഞരങ്ങിയും മൂളിയും അങ്ങനെ തന്നെ പാതി കണ്ണടച്ച് കിടന്നു. ഇങ്ങനെ ഒരാൾ മാത്രം ഉറങ്ങുകയും ഒരാൾ ഡ്രൈവ് ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കര ബോറാ കേട്ടോ, നരേന്ദ്രൻ പറഞ്ഞു. ഭയങ്കര ഉറക്കം വന്നിട്ടല്ലേടാ? പൂച്ച കുറുകുന്ന ഒച്ചയിൽ പാതി ഉറക്കത്തിൽ മന്ത്രിച്ചുകൊണ്ട് അവൾ അവൻ്റെ കഴുത്തിൽ ചുംബിച്ചു. എന്നിട്ട് വീണ്ടും കണ്ണടച്ച് മയങ്ങാൻ തുടങ്ങി. കഴുത്തിൽ ചുറ്റി അവളുടെ കരങ്ങൾ കുഴഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ നരേന്ദ്രൻ വീണ്ടും അവളെ പിടിച്ചു കുലുക്കി. ചുമ്മാതിരിയടാ, അവൾ ചിണുങ്ങി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, വണ്ടി റോഡരികിലെങ്ങാനും നിർത്തിയിട്ട് ഞാനും കൂടി ഉറങ്ങാം. വേണ്ട, നേരം പോയില്ലേടാ. അവൾ മുഖം എത്തിച്ച് അവൻ്റെ കവിളത്തൊരു മുത്തം വെച്ചു കൊടുത്തു. പിന്നെയും മയങ്ങിക്കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ നരേന്ദ്രൻ വണ്ടി റോഡരികെ ചേർത്ത് നിർത്തി. എന്നിട്ട് ശൈലജയെ മുറുക്കെ കെട്ടിപ്പിടിച്ച് അവളുടെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി. അല്പം കഴിഞ്ഞ് ശൈലജ പാതി ഉറക്കത്തിലിരുന്ന് കൊഞ്ചി. നമുക്ക് പോകാടെ ചക്കരെ. വീണ്ടും അവൾ അവൻ്റെ കഴുത്തിൽ മുത്തി. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൾ ശരിക്കും ഉറക്കമായി. നരേന്ദ്രന് പക്ഷേ ഉറക്കം വന്നില്ല. സ്വപ്നം പോലെയുള്ള ഈ ദിവസത്തെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത. ഏതാനും മണിക്കൂറുകൾക്കകം ഇത് അവസാനിക്കുകയാണ്. ഇനി ശൈലജയെ എന്ന് കാണും? അറിയില്ല. രാവിലെ മറയൂരിലേക്ക് പുറപ്പെട്ടപ്പോൾ മുതലുള്ള ഓരോ സംഭവങ്ങളും അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. മൂന്നാറിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമായിരുന്നു യാത്ര. മൂന്നാർ ടൗൺ കഴിയുന്നത് വരെ വലിയ ഗൗരവത്തിലായിരുന്നു ശൈലജ. ടൗൺ പിന്നിട്ടതും അവളുടെ കരപല്ലവങ്ങൾ തന്നെ ചുറ്റിപ്പിണഞ്ഞു. താൻ ഗൗരവത്തിൽ തന്നെ ഇരുന്നു. വാനരന് ഇന്നെന്താ ഇത്ര ഗൗരവം? കഴിഞ്ഞ 2 ദിവസം മൈൻഡ് ചെയ്തില്ലല്ലോ എന്നെ. ഇല്ല, സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം ഈ മനസ്സിലില്ല അല്ലേ? നിന്നോട് എനിക്കത് മാത്രമേയുള്ളൂ. എന്നിട്ടാണോ കഴിഞ്ഞ 2 ദിവസം എന്നെ പുല്ലുപോലെ? അത് സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേടാ മോനെ. ഞാൻ നിൻ്റെ അടുത്ത് വരികയോ അച്ഛന് എന്തെങ്കിലും സംശയം തോന്നുകയോ ചെയ്താൽ പിന്നെ നീ ജീവനോടെ ഇല്ല. അത്രയ്ക്ക് ക്രൂരനാണോ ആ മനുഷ്യൻ? അത്രയ്ക്ക് സ്നേഹമാ എന്നോട്. പിന്നെ എന്തിനാ ശൈലജ എന്നോട് ഈ സ്നേഹം കാട്ടിയത്? എനിക്കറിയില്ലടാ. നമ്മൾ എവിടെ ചെന്നെത്തും അതും എനിക്കറിയില്ല. പിന്നെ എന്തറിയാം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഉമ്മ വയ്ക്കണം, നിനക്ക് വേണ്ടി ഒരു താരാട്ട് പാടണം, എനിക്ക് നിൻ്റെ മടിയിൽ കിടന്നുറങ്ങണം, നിൻ്റെ കൂടെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം. പിന്നെ നിന്നെ എനിക്ക് കൊല്ലണം. പിന്നെ എനിക്കും മരിക്കണം. അല്ലാതെ ഒന്നിച്ച് ജീവിക്കാൻ എന്തെങ്കിലും? നോ വേ. ഒരു വഴിയും കാണുന്നില്ലടാ. സത്യം പറഞ്ഞാൽ എന്നോട് സ്നേഹമില്ല. എൻ്റെ ശരീരത്തോടുള്ള ഒരു ഇഷ്ടം, കാമം. പോടാ. അവൾ ആലിംഗനം ചെയ്തിരുന്ന കരങ്ങൾ പിൻവലിച്ചു. ഞാനൊന്ന് കണ്ണിറുക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി.
ക്യൂ നിൽക്കും നല്ല ചോക്ലേറ്റ് ആൺപിള്ളേർ, മൂവാറ്റുപുഴയിലും കോഴിക്കോട്ടും. പിന്നെ നിന്നെ എനിക്ക് വേണോ? നീ ആരാ? എന്താ നിൻ്റെ സവിശേഷത? 1000-ലൊരുവൻ കുരങ്ങൻ. അപ്പോൾ അപമാനമാണ് തോന്നിയതെന്ന് നരേന്ദ്രൻ ഓർത്തു. എന്താണ് അവളുടെ മനസ്സ്? ഒരു പിടിയും കിട്ടിയില്ല. കാർ ഓടിക്കൊണ്ടിരുന്നു. പിന്നെ എപ്പോഴോ വീണ്ടും അവളുടെ കൈകൾ തന്നെ ഗാഢമായി ആലിംഗനം ചെയ്തു. എനിക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നിപ്പോയി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്ങനെ നീ എൻ്റെ മനസ്സിൽ കയറിയെന്ന് ചോദിച്ചാലും അറിയാൻ വയ്യ. അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് അതിൻ്റെ വേദന മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാൻ, അതിൻ്റെ സങ്കടം മുഴുവൻ. പെട്ടെന്നവൾ തൻ്റെ മുഖത്തേക്ക് കവളണച്ച് തേങ്ങി. അവളുടെ കണ്ണീർ തൻ്റെ നെറ്റിയിൽ പുരണ്ടു. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യുന്നേ. നിന്നെ ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ട്. വേനൽമഴ പോലെ വളരെ വേഗം ആ കരച്ചിൽ നിലച്ചു. അവൾ ബാഗിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കൂട് പുറത്തെടുത്തു. നിനക്ക് വേണ്ടിയിട്ട് കോഴിക്കോട്ടുനിന്ന് ഞാൻ വാങ്ങിയതാ. ഒരു ടീഷർട്ട്, ജീൻസ്, പിന്നെ ഒരു കോട്ടൺ ഷർട്ട്, പാൻസ്. ഡ്രൈവിംഗ് സീറ്റിൻ്റെ പിന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് തന്നെ അവൾ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി വിടർത്തി. വണ്ടി ഓടുന്നതിനിടയിൽ തന്നെ അവൾ ഷർട്ട് അഴിച്ചെടുത്തു. പകരം കോട്ടൺ ഷർട്ട് ധരിപ്പിച്ചു. പാൻസ് തന്നപ്പോൾ താൻ പറഞ്ഞു, ഡ്രൈവിങ്ങിനിടയിൽ എങ്ങനെയാണ് പാൻ്റ് ഇടുന്നത്? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടോളണം. ഇറങ്ങുന്നതിനിടയിൽ കുറച്ച് സമയമെടുത്താണ് പാൻസ് കാലിലൂടെ കയറ്റിയത്. ബെൽറ്റും ബക്കിളും ഇടാൻ ശൈലജ സഹായിച്ചു. ഇഷ്ടപ്പെട്ടോ? നിലക്കണ്ണാടി നോക്കിയിട്ട് പറയാം. ഞാൻ തരുന്നത് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ നിനക്ക് നിലക്കണ്ണാടിയിൽ നോക്കണോ? അതിന് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല. ശരിയാണ്, അവൾ എന്തു തന്നാലും നിധി പോലെ കരുതേണ്ടവനാണ് താൻ. മാട്ടുപ്പെട്ടിയിലെത്തിയപ്പോൾ അവൾ വണ്ടി നിർത്താൻ പറഞ്ഞു. തൻ്റെ കൈ കോർത്ത് യൂക്കാലിപ്സ് കാട്ടിലൂടെയും പച്ചപ്പുൽത്തകിടിയായ മൊട്ടക്കുന്നുകളിലൂടെയും അവൾക്ക് നടക്കണമായിരുന്നു. നീലത്തടാകത്തിന് മീതെ കൂടി അവിടേക്ക് വീശി വന്ന കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. മഴക്കാല രാത്രികളിൽ വീട്ടിലെ പൂച്ചക്കുട്ടി ചൂട് തേടി പുതപ്പിന് കീഴിലൂടെ ഇഴഞ്ഞെത്താറുള്ളതുപോലെ അവൾ തൻ്റെ കോട്ടൺ ഷർട്ട് അല്പം ഉയർത്തി അതിനുള്ളിലേക്ക് മുഖം കടത്തി ഉരസി നെഞ്ചിൽ കൊണ്ടുവന്ന് അമർത്തി. തൻ്റെ ഷർട്ടിനുള്ളിൽ ഒരു പൂച്ചക്കുട്ടി ചുരുണ്ടുകൂടി ഇരിക്കുകയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. താൻ ആ മുഖം ഒന്നുകൂടി നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് നല്ല ചൂട്, നല്ല സുഖം. മൊട്ടക്കുന്നിൻ്റെ മുകളിൽ ഇരിക്കെ അവൾ തൻ്റെ മടിയിൽ തല വെച്ച് ആകാശം നോക്കിക്കൊണ്ട് കിടന്നു. നമുക്ക് കുന്നിൻ്റെ ചെരുവിലോട്ട് ഉരുണ്ടുരുണ്ടു പോകാം. വട്ട് ആണല്ലോ, സംശയമെന്താ? അടുത്ത നിമിഷം അവൾ തൻ്റെ കഴുത്തിൽ കൈ ചുറ്റി മറിച്ചിട്ടു. വട്ടം കെട്ടിപ്പിടിച്ച് കുന്നിൻ്റെ ചെരുവിലേക്ക് പുൽത്തകിടിയിലൂടെ തങ്ങൾ ഉരുണ്ടു പോയിക്കൊണ്ടിരുന്നു. താഴെ എത്തുമ്പോഴേക്കും അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മുകളിൽ കയറി ചെന്നിട്ട് നമുക്ക് ഇനി ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരാം. കിതപ്പിനിടയിൽ അവൾ ആവേശത്തോടെ പറഞ്ഞു, പോടി നാറാണത്തു ഭ്രാന്തി, നീ ഭ്രാന്തൻ. അവൾ ചിരിച്ചു. മറയൂരിലെത്തിയ ഉടനെ ഹോട്ടലിൽ റൂമെടുത്തു. ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പോകേണ്ടത്? താൻ ചോദിച്ചു. എനിക്ക് ഒരു സ്ഥലവും കാണാനില്ല. പിന്നെ എന്തിനാ നമ്മളിവിടെ വന്നത്? നരൻ തീരുമാനിച്ചാൽ മതി. വേണമെങ്കിൽ കാന്തല്ലൂർക്ക് പോകാം, അല്ലെങ്കിൽ ചന്ദനക്കാട് കാണാം, അതുമല്ലെങ്കിൽ കരിമ്പിൻ തോട്ടങ്ങൾ കാണാൻ പോകാം. ഇതൊന്നും വേണ്ടെങ്കിൽ ചുമ്മാ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. അവസാനം പറഞ്ഞതാ എനിക്കിഷ്ടം. ആ കള്ളച്ചിരി കണ്ടില്ലേ? അവൾ കൈ രണ്ടും വിടർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഉറങ്ങിയോ? ഇല്ല. എന്തൊക്കെയോ സംസാരിച്ചു, ചിരിച്ചു, കൊഞ്ചി, കരഞ്ഞു. ഒടുവിൽ മടക്കയാത്ര. കയറ്റം കയറി വന്ന ടാങ്കർ ലോറിയുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചമടിച്ച് നരേന്ദ്രൻ്റെ കണ്ണഞ്ചി. വീതി കുറവാണ് റോഡിന്. അവൻ ബ്രേക്ക് ചെയ്തു. ലോറി കടന്നു പോയ ശേഷം വീണ്ടും അവൻ കാർ വിട്ടു. ശൈലജ നല്ല ഉറക്കം തന്നെ. മൂവാറ്റുപുഴ അടുക്കാറായപ്പോൾ നരേന്ദ്രൻ അവളെ തട്ടി ഉണർത്തി. എത്തിയോ? ശൈലജ ചോദിച്ചു. എത്താറായി. വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളമെടുത്തവൾ മുഖം കഴുകി. കുറച്ച് വെള്ളം കുടിച്ചു. മഹാദേവൻ തമ്പിയുടെ ഗേറ്റിന് മുമ്പിൽ കാർ നിന്നു. ശൈലജ നരേന്ദ്രൻ്റെ ഇരുകവളത്തും പിടിച്ച് തനിക്ക് അഭിമുഖമായി മുഖം തിരിച്ചു. അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. ഇനി എന്ന് കാണും? അവളുടെ നെറ്റിയിലെ അളകങ്ങൾ മാടി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നരേന്ദ്രനും വല്ലാത്തൊരു ഹൃദയഭാരം അനുഭവപ്പെട്ടു. അവൻ ആ നനഞ്ഞ മിഴികൾക്ക് മീതെ ഉമ്മ വെച്ചു. ഗേറ്റ് കീപ്പർ വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. നരേന്ദ്രൻ വീടിന് മുമ്പിൽ കൊണ്ടുചെന്ന് കാർ നിർത്തി. ബാഗുമായി ശൈലജ ഇറങ്ങി. ഗുഡ് നൈറ്റ്. നരേന്ദ്രനെ നോക്കി അവൾ മന്ത്രിച്ചു. നരേന്ദ്രൻ കാർ ഗ്യാരേജിലേക്ക് ഓടിച്ചു കയറ്റി. പുറത്തിറങ്ങി കാർ പൂട്ടി. 9 മണി കഴിഞ്ഞിട്ടേയുള്ളൂ. വീട്ടിലെത്താൻ ബസ് കിട്ടും. കാറിൻ്റെ സ്വിച്ച് കീ ഗേറ്റ് കീപ്പറെ ഏൽപ്പിച്ച ശേഷം അവൻ പുറത്തേക്ക് നടന്നു. മഹാദേവൻ തമ്പിയുടെ ബെൻസ് കാർ മൂവാറ്റുപുഴയുള്ള വീട്ടിലെത്തുമ്പോൾ മണി 10:30 കഴിഞ്ഞു. ധർമ്മരാജനെയും കൂട്ടി തമ്പി സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. ധർമ്മൻ ഇരിക്ക്, തമ്പി പറഞ്ഞു.
ധർമ്മരാജൻ സിറ്റൗട്ടിലിരുന്നു. മഹാദേവൻ തമ്പി വീട്ടിനുള്ളിലേക്ക് പോയി. തമ്പിയുടെ ഭാര്യ യശോധരയും പ്രസന്നൻ തമ്പിയും ഫൽഗുനൻ തമ്പിയും TV കണ്ടുകൊണ്ട് ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ശൈല എവിടെ? തമ്പിയുടെ ചോദ്യത്തിലെ ഗൗരവം കണ്ട് യശോധര അമ്പരന്നു. ശൈലമോൾ എന്നല്ലാതെ തമ്പി സംബോധന ചെയ്ത് കേട്ടിട്ടില്ല. എന്താ? യശോധര എഴുന്നേറ്റു. അവൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്? 9 മണി കഴിഞ്ഞു. നരേന്ദ്രനല്ലേ ഇവിടെ കൊണ്ടുവിട്ടത്? അതേന്ന് തോന്നുന്നു, ഞങ്ങൾ കണ്ടില്ല. അവളെവിടെ? കിടന്നു. തമ്പി ശൈലജയുടെ ബെഡ്റൂമിന് നേർക്ക് നടന്നു. പിറകെ ചെല്ലാൻ തുനിഞ്ഞ യശോധരയോട് അയാൾ പറഞ്ഞു, ആരും വരണ്ട. യശോധര അവിടെ തന്നെ നിന്നു. തമ്പി നടന്നുപോയി. എന്താ പ്രശ്നം? ഫൽഗുനൻ തമ്പി ചോദിച്ചു. എന്തോ പ്രശ്നമുണ്ട്. യശോധരയ്ക്ക് ഭയമായി. തൻ്റെ ഭർത്താവിനെ ഇത്രമേൽ ക്രുദ്ധനായി ഇതിനു മുമ്പ് അവർ കണ്ടിട്ടില്ല. പ്രസന്ന, TV ഓഫ് ചെയ്യ്. പ്രസന്നൻ തമ്പി TV ഓഫ് ചെയ്തു. ശൈലജ ഉറങ്ങി തുടങ്ങിയിരുന്നു. ആരോ വിളിച്ച പോലെ ശബ്ദം അവളുടെ ഉറക്കം ഞെട്ടിച്ചു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ മുമ്പിൽ നിൽക്കുന്നു. വിശ്വാസം വരാതെ അവൾ വീണ്ടും വീണ്ടും നോക്കി. മൂന്നാറിലേക്കുള്ള അച്ഛൻ ഇവിടെ? അച്ഛൻ്റെ കോപമിരുമ്പുന്ന മുഖം ദുസ്വപ്നമാണോ? ശൈലജ പിടഞ്ഞെഴുന്നേറ്റു. അച്ഛൻ തൻ്റെ മുറിയിൽ അപൂർവമായി പോലും വരാറില്ല. അച്ഛൻ എപ്പോൾ വന്നു? ശൈലജയോടാണ് ചോദ്യം. ഒരു നികൃഷ്ട ജീവിയെ എന്നവണ്ണം മഹാദേവൻ തമ്പി മകളെ നോക്കി. അച്ഛനെന്താ വല്ലാതെ? മൂന്നാറിന് പോയ ദിവസം നീ ഹൈറേഞ്ച് ഗാർഡനിൽ റൂം എടുത്തിരുന്നോ? ശൈലജയുടെ നെഞ്ചിൽ ഒരു ഇടിമിന്നൽ ഉണർന്നു. അവളുടെ ശിരസ് താണു. ഇന്ന് നീ മറയൂരിലെ ചന്ദനയിൽ മുറിയെടുത്തോ? ഉത്തരമില്ല. മഹാദേവൻ തമ്പി അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് മുഖം മലർത്തി. ചോദിച്ചതിന് ഉത്തരം പറയടി. ഉവ്. നീ എൻ്റെ മകളാണോടി? അലർച്ചയും അടിയും ഒപ്പം കഴിഞ്ഞു. അടി പൊട്ടുന്ന ഒച്ച യശോധരയും ആൺമക്കളും കേൾക്കുകയുണ്ടായി. പിന്നെ ഒരു വീഴ്ചയുടെ ശബ്ദം. യശോധര മകളുടെ മുറിയുടെ നേർക്ക് ഓടി. പ്രസന്നൻ തമ്പിയും ഫൽഗുനൻ തമ്പിയും പിന്നാലെ ചെന്നു. മഹാദേവൻ തമ്പി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. മകൾ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് യശോധര നടുങ്ങി. വായ് പൊത്തിക്കൊണ്ട് അവർ മുറിയിലേക്ക് ഓടിച്ചെന്നു. ശൈലജയ്ക്ക് ബോധമില്ലായിരുന്നു. അവളുടെ മൂക്കിൽ നിന്ന് ഏതാനും തുള്ളി ചോര മാർബിൾ തറയിൽ വീണ് കിടന്നു. യശോധര നിലത്തിരുന്ന് കുഴഞ്ഞു കിടന്ന അവളുടെ ശിരസ് വാരിയെടുത്ത് കുലുക്കി വിളിക്കുകയും ശബ്ദമില്ലാതെ കരയുകയും ചെയ്തു. മുറിയിൽ നിന്ന് പുറത്തു കടന്നിട്ട് മഹാദേവൻ തമ്പി തൻ്റെ ആൺമക്കളോട് പറയുകയായിരുന്നു, അവളുടെ പഠിപ്പ് അവസാനിച്ചു. 1 മാസത്തിനുള്ളിൽ അവളുടെ വിവാഹം നടക്കും. കോൺട്രാക്ടർ ജനാർദ്ദൻ്റെ മകൻ വൈശാഖനുമായിട്ട്. അതിനുള്ള ഏർപ്പാടുകൾ നിങ്ങളാണ് ചെയ്യേണ്ടത്. മഹാദേവൻ തമ്പി ഉറച്ച കാൽവെയ്പ്പുകളോടെ നടന്നുപോയി. അച്ഛൻ്റെ ഉഗ്രശാസനയാണ്. തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. ഫൽഗുനൻ തമ്പിക്കും പ്രസന്നൻ തമ്പിക്കും അറിയാം. വൈശാഖനും ശൈലജയും തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന് 1 വർഷം മുമ്പ് വൈശാഖൻ്റെ 25ാമത്തെ പിറന്നാളാഘോഷ വേളയിലാണ് ഒരാലോചന ഉണ്ടായത്. തൻ്റെ മകനെ എനിക്ക് തന്നാൽ എൻ്റെ മകളെ തനിക്ക് തരാം. മഹാദേവൻ തമ്പി അന്ന് ജനാർദ്ദനോട് പറഞ്ഞു. നമ്മൾ തീരുമാനിച്ചാൽ മതിയോ? ജനാർദ്ദനൻ അന്ന് ചോദിച്ചു. മതി. എനിക്കും എൻ്റെ മകനും സമ്മതം. എനിക്കും എൻ്റെ മകൾക്കും സമ്മതം. ആ സംഭാഷണത്തിന് അങ്ങനെയൊരു അടിവരയിട്ട് നിർത്തി. എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? പ്രസന്നൻ തമ്പി ഫൽഗുനൻ തമ്പിയോട് ചോദിച്ചു. അവർ യശോധരയുടെ അടക്കി പിടിച്ച കരച്ചിൽ കേൾക്കാമായിരുന്ന മുറിയിലേക്ക് നീങ്ങി. മഹാദേവൻ തമ്പി സിറ്റ് ഔട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ധർമ്മരാജൻ തൂണുമേൽ ചാരി നിലയുറപ്പിച്ചു. അവനെന്നോട് കുറച്ച് പണം കടം ചോദിച്ചിരുന്നു, പെങ്ങളുടെ സ്ത്രീധന ബാക്കി കൊടുക്കാൻ. ധർമ്മ, നീ അവനെക്കൊണ്ടൊരു അപേക്ഷ എഴുതി തരാൻ പറയുക. ആ പണം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റു മാർഗമൊന്നും ഇല്ലെന്നൊരു ക്ലോസ് കൂടി എഴുതാൻ അവനോട് പറയണം. അങ്ങനെ ചെയ്താൽ തമ്പി മുതലാളിക്ക് അലിവ് തോന്നുമെന്ന് പറഞ്ഞേക്ക്. ശരി മുതലാളി. അപേക്ഷ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ട് നീ അവനെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനെന്ന് പറഞ്ഞ് തൊടുപുഴ കൊണ്ടുപോകണം. ചെയ്യാം. വെള്ളികുളം ടൂറിസ്റ്റ് ഹോമിൻ്റെ 5ാം നിലയിലെ ടെറസിൻ്റെ പടിഞ്ഞാറേ മൂലയിൽ നിന്നാണ് അവൻ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യേണ്ടത്. സഹായത്തിന് വേണ്ടത്ര ആൾക്കാരെ നീ കൂടെ ചേർത്തോളണം. എപ്പോഴാണ് മുതലാളി സംഭവം നടക്കേണ്ടത്? നാളെ രാത്രി 9:30 മണിക്ക്. കൊന്നിട്ട് താഴേക്ക് ഇട്ടാൽ മതിയോ അതോ താഴെ ഇട്ട് കൊല്ലണോ? വീഴ്ചയിൽ അവൻ മരിക്കണം. ഞാൻ വിവരം അറിഞ്ഞ് 10 മണിക്ക് വെള്ളിക്കുളം ടൂറിസ്റ്റ് ഹോമിൽ എത്തും. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തെ പാർക്കിംഗ് പ്ലേസിൽ അവൻ്റെ ശരീരം എല്ലുകൾ തകർന്ന് തല പിളർന്ന് കിടക്കുന്നത് എനിക്ക് കാണണം. ധർമ്മൻ ഔട്ട്. ശരി മുതലാളി. ധർമ്മൻ ഔട്ട് ഹൗസിൽ പോയി കിടന്നുറങ്ങ്. മണി 11. ധർമ്മരാജൻ സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങി ഔട്ട് ഹൗസിന് നേർക്ക് നടന്നു. ധർമ്മരാജൻ പറഞ്ഞു കൊടുത്തതുപോലെ അപേക്ഷ തയ്യാറാക്കി ഒപ്പിട്ട് വെച്ചിട്ട് നരേന്ദ്രൻ ചോദിച്ചു, ഇതുകൊണ്ട് മുതലാളിയുടെ മനസ്സലിയോ? അതൊക്കെ നിൻ്റെ സമയം പോലെ ഇരിക്കും.
ഞാനിത് ധർമ്മരാജ സാറിൻ്റെ കയ്യിൽ തന്നെ തന്നേക്കട്ടെ. സാറ് കൊടുത്താൽ മതി മുതലാളിയുടെ കയ്യിൽ. എന്നിട്ട് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും വേണം. റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ, പക്ഷേ നീ തന്നെ നേരിട്ട് കൊടുക്കുന്നതാണ് ഭംഗി. മുതലാളി സ്ഥലത്തില്ലെന്ന് തോന്നുന്നു. രാത്രി 9 മണിക്ക് വെള്ളിക്കുളം ടൂറിസ്റ്റ് ഹോമിൽ വരും. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. രാത്രി അവിടെയായിരിക്കും ക്യാമ്പ്. തൊടുപുഴ വരെ പോകണ്ടേ? നാളെ കൊടുത്താലോ? നാളെ മുതലാളി ഗോവയ്ക്ക് പോവും. 2 ആഴ്ച കഴിഞ്ഞേ വരൂ. എന്നാൽ ഇന്ന് രാത്രി തന്നെ കൊടുത്തേക്കാം അല്ലേ? അതെ, നല്ല കാര്യങ്ങൾ വെച്ച് താമസിക്കാൻ പാടില്ല. 9-ന് ചെന്നാൽ പോരെ? 8 മണിക്ക് ഞാൻ തൊടുപുഴയ്ക്ക് പോകുന്നുണ്ട്. നിനക്ക് എൻ്റെ കൂടെ പോരാം. നരേന്ദ്രന് സന്തോഷമായി. ക്വാളിസ് കാറിലാണ് അവർ തൊടുപുഴയ്ക്ക് പോയത്. 8:45-ന് ടൂറിസ്റ്റ് ഹോമിലെത്തി. നമുക്ക് വല്ലതും കഴിക്കണ്ടേ? വേണം. അവർ റെസ്റ്റോറൻറ്റിലെത്തി. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിച്ചോ. ചിക്കൻ, മട്ടൻ ബിരിയാണി, എന്ത് വേണമെങ്കിലും. ഇന്ന് എൻ്റെ ചെലവാ. ധർമ്മരാജനും അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ആഹാരത്തിന് ശേഷം ധർമ്മരാജൻ നരേന്ദ്രനെ റിസപ്ഷന് മുന്നിൽ കൊണ്ടുചെന്നിരുത്തി. ഞാനിപ്പോൾ വരാം. ധർമ്മരാജൻ ലിഫ്റ്റിൽ കയറി 3-ാം നിലയിലേക്ക് പോയി. അവിടെ റൂം നമ്പർ 314-ൽ 4 പേർ കാത്തിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ടെറസിലേക്ക് പൊക്കോ, ഞാൻ അവനെയും കൊണ്ട് ഉടനെ എത്താം. നോവൽ നാളെ തുടരും.